കോൺഗ്രസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങളുമായി CPM. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റി ഘടകകക്ഷിയായ CPIക്കോ കേരള കോൺഗ്രസ് എമ്മിനോ കൺവീനർ സ്ഥാനം വിട്ടു നൽകാനാണ് താൽക്കാലിക ധാരണ എന്നറിയാൻ കഴിഞ്ഞത്. പഴയ VS പക്ഷം നേതാക്കൾക്ക് CPIക്ക് കൺവീനർ സ്ഥാനം നൽകണമെന്ന് താല്പര്യമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് CPIയോട് അത്ര താല്പര്യമില്ല. കാരണം തനിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ നടത്തുന്ന CPIയെ ഉൾക്കൊള്ളാൻ പിണറായി തയ്യാറല്ല. പിണറായി വിജയന് താല്പര്യം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനോടാണ്. MP എന്ന നിലയിൽ മികച്ച പെർഫോമൻസ് ഉള്ള ജോസിന്റെ പാർട്ടി ചെറുതാണെങ്കിലും കേഡർ രീതിയിലുള്ള പ്രവർത്തനവും ജോസ് കെ മാണിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുമൊക്കെ പിണറായി സംതൃപ്തനാണ്. അതിനാൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നൽകാനാണ് പിണറായി പക്ഷം ആലോചിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി മുൻനിർത്തിയുള്ള ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും ശേഷം 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സമ്മേളനങ്ങൾക്ക് CPM സംസ്ഥാന ഘടകം ഒരുങ്ങുകയാണ്. ഇനിയും ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന മുന്നണിക്കും സർക്കാരിനും പുതിയ ദിശാബോധം നൽകുന്ന ചർച്ചകൾക്കാകും CPM ശ്രമിക്കുക. ചർച്ചകൾ വഴിമാറി പോകാതിരിക്കാൻ ലോക്സഭ തോൽവിയിലെ വില്ലനെ കണ്ടെത്താനാണ് നീക്കം. EP ജയരാജന്റെ പ്രസ്താവനകളും BJP നേതാവുമായുള്ള കൂടിക്കാഴ്ചയുമെല്ലാം അണികളിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയാകും EPയെ മാറ്റുക. EP ജയരാജൻ മാറി നിൽക്കേണ്ട സാഹചര്യം പാർട്ടി ബോധ്യപ്പെടുന്നു. EPക്കെതിരെ നടപടിയെടുത്താലും ദേശീയ തലത്തിൽ പ്രവർത്തിക്കും. ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ജയരാജന് നൽകാനും സാധ്യതയുണ്ട്. EP ജയരാജൻ മാറി ജോസ് കെ മാണി മുന്നണി കൺവീനർ ആയാൽ അകന്നു നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് പിണറായി കരുതുന്നത്. മുൻപും ഇടത് കൺവീനർ സ്ഥാനം ഘടകകക്ഷിക്ക് നൽകിയിട്ടുണ്ട്. ക്യാബിനറ്റ് പദവി അല്ലാത്തതിനാൽ തന്നെ പാർട്ടിക്ക് റിസ്ക് ഉള്ള പദവിയുമല്ല. ജോസിലൂടെ ക്രിസ്ത്യൻ സഭകളെ അടുപ്പിക്കാനാവുകയും ചെയ്യും. അകന്നു നിൽക്കുന്ന ഈഴവ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനുള്ള പദ്ധതികളാകും പാർട്ടി നടപ്പിലാക്കുക. ഇതുകൂടാതെ NSS നേതൃത്വവുമായി അടുക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കും. മുന്നണിയിലെ നായർ സമുദായ അംഗങ്ങളായ നേതാക്കളെ ഇതിനായി നിയോഗിക്കും. ശക്തമായ തിരിച്ചുവരവിനാണ് CPM പദ്ധതികൾ തയ്യാറാക്കുന്നത്. വയനാട് ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ടായാൽ ഉടൻ തന്നെ മുന്നണിയിൽ നേതൃമാറ്റം ഉണ്ടാകാനാണ് സാധ്യത. അവസാന ഒരു വർഷം ഘടകകക്ഷികളുടെ അടക്കമുള്ള മന്ത്രിമാരെ മാറ്റുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന.